ഒരു കാലത്ത് ഉത്തരേന്ത്യയിൽ നിന്നായിരുന്നു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത്തരം വാർത്തകൾ ഒരു നിത്യസംഭവമായി മാറുകയാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കൊക്കെ എന്താണ് പറ്റിയതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വൈകുന്നേരം അരങ്ങേറിയ കൂട്ടക്കൊല ഒരു റിപ്പർ മോഡൽ കൊലപാതകം എന്നാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത്. റിപ്പർ മോഡൽ കൊലപാതകം 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബാംഗങ്ങളെയും സ്നേഹിക്കുന്ന പെൺകുട്ടിയെയും അടക്കം അതിക്രൂരമായിട്ട് കൊല ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഇത് നടന്നതെന്ന് ആലോചിക്കുമ്പോൾ, അതും തലസ്ഥാനത്താണ് നടന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒന്നും പറയാനില്ല. ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഉള്ളതായിട്ടാണ് തോന്നുന്നത്. ഈ പയ്യൻ, ഈ കൊലപാതകം നടത്തിയിട്ടുള്ള അഫാൻ എന്ന് പറയുന്ന 23കാരൻ കൊല നടത്തിയതിന് ശേഷം കീഴടങ്ങുകയാണ്. ഇയാൾ വിഷം കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കീഴടങ്ങിയതിന് ശേഷം ഇയാൾ പറയുന്നത് കൊലപാതകം നടത്താനുള്ള ഒരു കാരണം ഉണ്ടല്ലോ. ആ കാരണമായിട്ട് ഇയാൾ പറയുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നായിരുന്നു. അതായത് ഈ സാമ്പത്തിക ബാധ്യത ആരും തീർക്കാനില്ലാതെ ആ ഒരു വലിയ സാമ്പത്തിക ബാധ്യത 75 ലക്ഷത്തോളം ബാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് കാരണമാണ് താൻ ഈ കൊലപാതകം നടത്തിയത് എന്നാണ് ഈ പയ്യൻ പറഞ്ഞത്. എന്നാൽ ഇയാളുടെ പിതാവ് പറയുന്നത് എന്താണെന്നറിയാമോ? അദ്ദേഹം പുറത്ത് ഗൾഫിലാണ്, അതായത് സൗദിയിൽ ദമാമിൽ വർക്ക് ചെയ്യുകയാണ്. തനിക്ക് നാട്ടിൽ നയാ പൈസയുടെ ബാധ്യത ഇപ്പോൾ ഇല്ല. ഈ പയ്യൻ പറഞ്ഞ കാര്യങ്ങളും അയാളുടെ പിതാവ് പറഞ്ഞ കാര്യങ്ങളും വൈരുദ്ധ്യമുണ്ട്. ഒരു പക്ഷേ പിതാവിനറിയാത്ത ഒരു ബാധ്യത മകനുണ്ടായിരിക്കാം. ലഹരി മാഫിയയുമായിട്ടും ലഹരി മരുന്നുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗ്യാങ്ങിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ബാധ്യത ഇയാൾക്ക് വന്നിട്ടുണ്ടാവാം. എന്തായാലും അതൊക്കെ തെളിയിക്കേണ്ടതാണ്. അപ്പോൾ ഇവൻ ഇത്രയും വലിയൊരു ക്രൂരമായ കൊലപാതകം എന്തിനാണ് നടത്തിയത്? ഇവൻ കൊല്ലാനായിട്ട് ശ്രമിച്ചത് ആരൊക്കെയാണ്? ഒന്ന്, ഇവൻ്റെ സ്വന്തം ഉമ്മയെയാണ്. അവനെ പെറ്റുപോറ്റി വളർത്തി, തലയിലും നിലത്തും വെക്കാതെ വളർത്തി, അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു കൊടുക്കുന്ന, അവൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന അവൻ്റെ പൊന്നുമ്മ. ആ ഉമ്മ ഒരു ക്യാൻസർ രോഗി കൂടിയാണെന്ന് ഓർക്കണം. ആ വേദനയിൽ തന്നെ അവർ നീറി കഴിയുകയാണ്. മറ്റൊരാൾ ഇവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്. ഇവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച്, പ്രണയിച്ച്, വിശ്വസിച്ച് ഇവൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. ആ പെൺകുട്ടിയെയാണ് അതിക്രൂരമായി ഇവൻ കൊലപ്പെടുത്തിയത്. അതും മാരകമായിട്ടുള്ള രീതിയിലാണ്. റിപ്പർ മോഡൽ എന്ന് വെറുതെയല്ല പറയുന്നത്. ചുറ്റിക കൊണ്ടൊക്കെ അടിച്ച് ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. അവളോട് അത്രയേറെ സ്നേഹമാണെന്ന് പയ്യൻ പറയുന്നു. ഞാനില്ലാതായാൽ ഈ ലോകത്ത് അവൾക്ക് ആരുമുണ്ടാവില്ല, ഞാനില്ലാത്ത ലോകത്ത് അവൾ ജീവിക്കില്ല എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളെ കൊന്നത്. കാരണം അയാൾക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നതല്ലേ ആ വാക്കുകളിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ അയാൾ ആ പെൺകുട്ടിയോട് ചെയ്തത് എന്താണ്? അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വികൃതമാക്കിയിട്ട് കൊല്ലാൻ ഒരാൾക്ക് സാധിക്കുമോ? ഉറ്റവർക്ക് പോലും അവളെ മുഖം പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ രീതിയിലാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു പ്രണയിക്കുന്ന ഒരാൾക്ക്, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ഈ പിശാച് ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് സ്വന്തം സഹോദരനെയാണ്. 11-12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി. 9ാം ക്ലാസ്സിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. തൻ്റെ കൂടെ പിറപ്പായ 10 വയസ്സോളം ഇളപ്പമുള്ള കുഞ്ഞനിയൻ ഒരുപാട് വട്ടം എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടാവും, അടി കൂടിയിട്ടുണ്ടാവും, താലോലിച്ചിട്ടുണ്ടാകാം. ആ കുഞ്ഞിനെ കൂടിയാണ് ഇവൻ ഇല്ലാതാക്കിയത്, അതും അതിക്രൂരമായിട്ട്. ആ കുഞ്ഞിനെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുമ്പോൾ ഇവൻ്റെ കൈ വിറച്ചില്ലേ? ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിയിട്ട് എങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, അനിയനെ കളിസ്ഥലത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോയി മന്തിയൊക്കെ വാങ്ങിക്കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. വെഞ്ഞാറമൂടിനടുത്തുള്ള പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവന്റെ അമ്മൂമ്മ താമസിക്കുന്നുണ്ട്. അവിടെ എത്തി അവന്റെ അമ്മൂമ്മയെ 88 വയസ്സോളം പ്രായമുള്ള ആ വൃദ്ധയായ സ്ത്രീയെയും അവൻ വകവരുത്തുന്നു. ആദ്യം സ്വന്തം ഉമ്മയെ കഴുത്ത് നെരിച്ചു കൊല്ലാൻ ശ്രമിച്ചു. അത് പാളിപ്പോയി. പിന്നീട് ഉമ്മയെ വെട്ടിയതിനു ശേഷം മുറിയിൽ പൂട്ടിയിടുന്നു. പിന്നീടാണ് വല്യുമ്മയെ വീട്ടിൽ ചെന്ന് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. പിന്നീട് എളാപ്പയെയും എളേമ്മയെയും കൊലപ്പെടുത്തി. അതിനുശേഷമാണ് അനിയനെയും പെൺസുഹൃത്തിനെയും വകവരുത്തിയത്.
എന്നിട്ട് വീടിന്റെ ഗ്യാസ് തുറന്നു വിടുന്നു. 3 പേരെ 3 മുറികളിലായിട്ടാണ് ഇവൻ ആക്രമിക്കുന്നത്. വീട്ടിലെത്തിയ ആരെങ്കിലും ഒരു ലൈറ്റർ ഓൺ ആക്കിയിരുന്നെങ്കിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുകൂടി ഒരു വലിയൊരു അപകടം നടക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടെ ഉണ്ടായത്. എന്ന് വെച്ചാൽ ഒരു തരത്തിലും ഇവരാരും രക്ഷപ്പെടരുത് എന്ന രീതിയിലാണ് ഇവൻ ഈ അരുംകൊല നടത്തിയത്. അഫാൻ എന്ന് പറയുന്ന ഈ 23-കാരൻ കൊലപ്പെടുത്തിയത് ആരൊക്കെയാണ്? സ്വന്തം സഹോദരൻ അഫ്സാൻ, അവനെ ജീവനതുല്യം സ്നേഹിച്ച ഫർഹാന, ഇവന്റെ വല്യുമ്മയായ ഉപ്പയുടെ ഉമ്മയായ സൽമ ബീവി. 4ാമതായി കൊലപ്പെടുത്തിയത് അച്ഛന്റെ സഹോദരൻ ലത്തീഫിനെയാണ്. 5ാമത്തെ ആൾ അദ്ദേഹത്തിന്റെ വൈഫ് ഷാഹിദ. 6ാമത്തെ ആൾ ഇവന്റെ ഉമ്മയാണ്, മരണപ്പെട്ടിട്ടില്ല എന്ന് മാത്രം അവരെയും കൊലപ്പെടുത്താൻ ഇവൻ ശ്രമിച്ചു. വല്യുമ്മയായ ആ വൃദ്ധയായ സ്ത്രീയെ ഇവൻ എന്തിനാണ് കൊലപ്പെടുത്തിയത്? അച്ഛന്റെ സഹോദരനെയും ഭാര്യയെയും എന്തിനാണ് കൊലപ്പെടുത്തിയത്? ഒന്നിനോടും അറിവില്ലാത്ത കൊച്ചുകുട്ടിയാണ് ഇവന്റെ അനിയൻ, അവനെ എന്തിനാണ് കൊലപ്പെടുത്തിയത്? സ്വന്തം പെറ്റുമ്മയെ വധിക്കാനായിട്ടുള്ള കാരണം എന്തായിരിക്കും? ജീവനതുല്യം സ്നേഹിക്കുന്ന ഇവനെ മാത്രം വിശ്വസിച്ചു കൂടെ വന്ന ആ പെൺകുട്ടിയെ അവൻ എന്തിനായിരിക്കും കൊലപ്പെടുത്തി? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കൊക്കെയുണ്ട്. അഫാന്റെ മൊഴികളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയത്തെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വിഷയം എന്നത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് കേരളത്തിൽ അരങ്ങേറുന്ന ഇത്തരം സംഭവങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇത് ആവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു സാമൂഹിക പഠനം ആവശ്യമാണ്. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, സിനിമകൾ ആയിക്കോട്ടെ, സിനിമകളൊക്കെ ചെറുപ്പക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കൊലപാതകം ഒക്കെ ഒരു വലിയ ഒരു ഹീറോയിസം ആയിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആലോചിക്കണം. നോക്കടോ, ഒരു ദിവസം ഒരുത്തൻ ചാടി ഇറങ്ങി അങ്ങോട്ട് ഒരു കൂട്ടം മനുഷ്യരെ അങ്ങോട്ട് കൂട്ടക്കൊല നടത്തിയിരിക്കുകയാണ്. ഞാൻ കലാഭവൻ മണിയുടെ ഒരു സിനിമ കണ്ടത് ഓർക്കുന്നുണ്ട്. ഇതുപോലെയുള്ള കൂട്ടക്കൊല നടത്തിയിട്ടുള്ള ഒരു സിനിമ ഓർക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുന്ന ഒരു സിനിമ, രാക്ഷസ രാജാവ് എന്ന് മറ്റോ ആണ് ആ സിനിമ. അതിൽ മമ്മൂട്ടിയൊക്കെയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ റിയൽ ലൈഫിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് മാത്രം കേരളത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിത്യസംഭവം എന്ന പോലെ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 എണ്ണമൊക്കെ എന്നൊക്കെ രീതിയിലായി കഴിഞ്ഞു. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ കാതലായ എന്തോ കുഴപ്പമുണ്ട്. നമ്മുടെ ഇന്നത്തെ യൂത്തിനെ ബാധിച്ചിരിക്കുന്ന കാതലായ കുഴപ്പം. ഇവൻ 23 വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു 2002-ലോ 2001-ലോ 2003-ലോ ഒക്കെ ജനിച്ച പയ്യനാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാതലായ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ ആഴത്തിലുള്ള ഒരു പഠനം നടത്തേണ്ടതാണ്. കാരണം ഇത് ഗുരുതരമായ ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഈ പയ്യൻ ഇങ്ങനെ ചെയ്യാനായിട്ട്? ഇതിൻ്റെ മോട്ടീവ് ഇവൻ പറഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥകളല്ല. ശരിക്കുള്ള കാരണം എന്താണ്? അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും എങ്ങനെ ഇവൻ ഇത് ചെയ്യാനുള്ള ധൈര്യം വന്നു എന്നുള്ളതാണ്. 23 വയസ്സേയുള്ളൂ. അവനെ കണ്ടിട്ട് എന്തെങ്കിലും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരാളായിട്ട് തോന്നുന്നുമില്ല. അപ്പോൾ എന്തായിരിക്കാം ഇനി? എന്തെങ്കിലും അത്തരത്തിലുള്ള മയക്കുമരുന്നിന് അടിമപ്പെട്ടതാണോ? എന്താണെങ്കിലും ഇത് നമ്മുടെ സമൂഹത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ ഒരു സംഭവത്തിൻ്റെ പുറകിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. ആ ദുരൂഹതകൾ മറഞ്ഞിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പുറത്തു വരേണ്ടതുമാണത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.